ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അനദർ വീഡിയോ. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളൊക്കെ കിച്ചണിൽ കയറുന്നതിന് മുന്നേ ഇങ്ങനെ അല്ലറ ചില്ലറ ജോലികളൊക്കെ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ബെഡ് നീറ്റാക്കി വെക്കുക, എല്ലാം അടുക്കി പെറുക്കി വെക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളല്ലേ ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ട് കിച്ചണിലോട്ടേക്ക് കയറിയാൽ പിന്നെ നമ്മൾക്ക് ഇറങ്ങാൻ സമയം ഉണ്ടാവില്ല. അങ്ങനെയാണ് നമ്മുടെ ജോലികൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാം അടുക്കി പെറുക്കി വെക്കുകയാണ്. എല്ലാം അവിടെ എവിടെയായി കിടക്കുകയാണ്. അപ്പോൾ ആദ്യം ഇതൊക്കെ ഒരു ക്ലീനിങ് ഒക്കെ ആവട്ടെ എന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ എല്ലാം സെറ്റാക്കി വെക്കുകയാണ്. അപ്പോൾ തുണിയൊക്കെ വാഷ് ചെയ്യാനൊക്കെ കൊണ്ടിടുകയാണ്. അങ്ങനെ എല്ലാം സെറ്റാക്കി വെച്ചു. ഇനി അടുക്കളയിലോട്ടേക്ക് ചെല്ലാം. അങ്ങനെ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് തേങ്ങ വറുത്തരച്ച നാടൻ വരാൽ മീൻ കറിയും അതിനൊപ്പം തന്നെ നല്ല സ്ക്വിഡ് ഫ്രൈയുമാണ്. ചോറിനൊപ്പം പെർഫെക്റ്റായ ഈ കോംബോ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് കാണാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാൻ ശ്രമിക്കണേ. ഇനി ഒരു ചീനച്ചട്ടിയിലോട്ടേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണയിലാണ് ടേസ്റ്റ് കൂടുതൽ കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് തേങ്ങ വറുത്തരയ്ക്കാൻ വേണ്ടി ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, കരിവേപ്പില ഇതൊക്കെ എണ്ണയിൽ മൂപ്പിച്ചെടുക്കുക. എന്നതിന് ശേഷം നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി എല്ലാത്തിൻ്റെയും പച്ചമണം ഒന്ന് മാറി കിട്ടിക്കോട്ടെ. അതിനുശേഷം നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ഒരു മുറി തേങ്ങയാണ്. അതിൻ്റെ കൂടെ കുരുമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ ജീരകവും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ മീൻ കറിക്ക് കുരുമുളകിൻ്റെ എരിവ് കുറച്ച് മുന്നിട്ട് നിൽക്കണം കേട്ടോ. അപ്പോൾ ഒന്ന് ബ്രൗൺ കളർ ആയതിനു ശേഷം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മുളക് പൊടിയും മല്ലിപ്പൊടിയും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തേങ്ങയുടെ കൂടെ തന്നെ ചേർക്കുവാണെങ്കിൽ കറിക്ക് നല്ല കളർ കിട്ടുവേ. അപ്പോൾ അതൊന്ന് ബ്രൗൺ ആയിട്ട് വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഒരു തക്കാളിയാണ് ഞാൻ ഇതിൽ ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് നല്ല പോലെ ആയിട്ടുണ്ട്. ഇനി അത് തണുക്കട്ടെ. പിന്നെ ഇന്നലെ ഞാൻ ഉണ്ടാക്കിയിരുന്ന ബീഫ് കറിയാണ് ഇത്. അപ്പോൾ ബീഫ് നല്ല പോലെ വരട്ടിയെടുക്കുന്നുണ്ട്. ഇനി മീൻകറി തയ്യാറാക്കാനായിട്ട് ഒരു ചട്ടി ഞാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അതിലോട്ടേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉലുവ മൂത്ത് വന്നതിന് ശേഷം 2 വലിയ ഉള്ളിയും പിന്നെ കാന്താരി മുളക്, കരിവേപ്പില ഇത് 3 ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. ഒന്ന് ബ്രൗൺ കളർ ആവട്ടെ. അതിനുശേഷം നമ്മൾ അരപ്പ് തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ ഇതിലോട്ടേക്ക് ഒഴിച്ചു കൊടുത്തു. അതിനുശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. കറി കുറച്ച് കുറുകി വേണം. മീൻകറിയൊക്കെ കുറച്ച് കുറുകിയാലല്ലേ ടേസ്റ്റ്. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് അടച്ചു വെക്കാം. അപ്പോൾ തിളച്ചതിന് ശേഷം മാത്രമേ മീൻ ഇടാൻ പാടുള്ളൂ. ആദ്യമേ മീൻ ഇട്ടാൽ മീനൊക്കെ പൊടിഞ്ഞു പോവും. നല്ല ടേസ്റ്റ് ഉള്ള മീനാണ് ഇത്. ഫ്രൈ ചെയ്യുന്നതാണ് ഒന്നും കൂടിയും ടേസ്റ്റ് കേട്ടോ. അപ്പൊ ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണ് ഈ മീൻ കറി. അങ്ങനെ നേരത്തെ ഞാൻ മസാലയൊക്കെ പിടിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് നല്ല ഉപ്പും എരിവൊക്കെ മീനിന് പിടിച്ചിട്ടുണ്ട്. ഇപ്പൊ എല്ലാം ഇതിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. വളരെ കുറച്ച് ചേരുവകൾ വെച്ചിട്ട് ഉണ്ടാക്കുന്നതല്ലേ. അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. തീർച്ചയായും നിങ്ങൾക്കും ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ ഒന്ന് തവീനെ കൊണ്ട് ജസ്റ്റ് ഒന്ന് അനക്കി കൊടുക്കുക. ഒന്ന് ആ മസാലയിലൊക്കെ ഒന്ന് മുങ്ങത്തക്ക വിധത്തിൽ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് വേവിക്കാം. നല്ല തിളച്ച് വന്നിട്ടുണ്ട്. ഇനി തവി ഇടരുത്, ഇങ്ങനെ ചുറ്റിച്ചു കൊടുക്കാം നമ്മൾക്ക്. അപ്പൊ ഇനിയും കുറച്ചുകൂടെ കുറുകാനുണ്ട് കേട്ടോ. പിന്നെ ഇരിക്കും തോറും ചട്ടിയല്ലേ അങ്ങ് കുറുകിക്കോളും. അപ്പൊ ഉപ്പുണ്ടോന്നൊക്കെ നോക്കുവാണേ. ഇനി അടച്ചു വെച്ച് ഒരു 2 സെക്കൻഡും കൂടി വറ്റിച്ചെടുക്കാം. ഇനി നമുക്ക് സ്ക്വിഡ് ഫ്രൈ തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ ഒരു പാനിലോട്ടേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി ചതച്ചത്, പിന്നെ കാന്താരി മുളകും, പിന്നെ ഒരു വലിയ ഉള്ളിയും ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ നല്ല പോലെ ഈ വെളിച്ചെണ്ണയിൽ വഴറ്റിയെടുക്കണം. വെളിച്ചെണ്ണയാണ് എപ്പോഴും ടേസ്റ്റ്. നമ്മൾ മലയാളികളൊക്കെ വെളിച്ചെണ്ണയാണല്ലോ കൂടുതൽ യൂസ് ചെയ്യുന്നത്. അപ്പൊ അതൊന്ന് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് കുറച്ച് തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പൊ അതും നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. നല്ല പോലെ വഴറ്റിയെടുക്കണം. അതിനുശേഷം ഞാൻ നേരത്തെ മസാല പിടിപ്പിച്ചൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. ഇതിന് നമുക്ക് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമേ ഇല്ല. എന്താ വെച്ചാൽ അടച്ചു വെച്ച് വേവിക്കുമ്പോൾ അതിൽ നിന്ന് തന്നെ വെള്ളം ഇങ്ങനെ വന്നോളും. അതുകൊണ്ട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഒന്ന് ഇതിങ്ങനെ ചിക്കി കൊടുക്കാം. നല്ല ടേസ്റ്റാണ്, നല്ല കാൽസ്യം കൂടിയാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. ഇതുപോലെ നല്ല മസാലയൊക്കെ ഇട്ട് കൊടുത്തിട്ട് വരട്ടിയെടുത്താൽ നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ തീർച്ചയായും കൊടുക്കേണ്ട നല്ല ഒരു കാൽസ്യമുള്ള സാധനം തന്നെ, ഹെൽത്തിയാണ്. ഇനി കുരുമുളകും കൂടി ഇട്ട് കൊടുക്കാം.
കുരുമുളകാണ്, നോൺ വെജിനൊക്കെ കുരുമുളക് ഇടുവാണെങ്കിൽ നല്ല ടേസ്റ്റ് അല്ലേ കഴിക്കാന്. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. കണ്ടില്ലേ, ഇപ്പം തന്നെ കുറച്ച് കുറച്ച് വെള്ളം ഇങ്ങനെ വരുന്നുണ്ട്. ഇനി അടച്ചു വെച്ച് വേവിക്കുമ്പോൾ ഒന്നും കൂടിയും വെള്ളം വരും. ഞാൻ കാണിച്ചു തരാവേ. അങ്ങനെ ഒരു 5 മിനിറ്റ് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ഞാൻ വെള്ളമേ ഒഴിച്ചില്ല. ഇതിൽ നിന്ന് വന്ന വെള്ളമാണ് ഇത്രയും. അപ്പൊ ഇനി ഇതിൽ കിടന്നിട്ട് വെന്തോളും, വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇനിയും കുറുകിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇനിയും കുറച്ചുകൂടെ നമുക്ക് വറ്റിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ സ്ക്വിഡ് നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ സ്ക്വിഡ് ഫ്രൈയും റെഡിയായി. പിന്നെ എൻ്റെ മീൻകറിയും ഇവിടെ റെഡിയായി. ഇനി കുറച്ച് പച്ചക്കറിവേപ്പില ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അങ്ങനെ വരാൽ മീൻ ഫ്രൈയും കൂടി ഞാൻ ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഇങ്ങനെ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ കുറച്ച് ചിക്കൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് ഇനി മസാല പിടിപ്പിച്ചിട്ട് ഫ്രിഡ്ജിലോട്ടേക്ക് വെക്കണം. അപ്പം അതെങ്ങനെയാണെന്ന് കാണാം. അതിനായിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് കബാബിനും ഒന്ന് ഫ്രൈ ചെയ്യാനും വേണ്ടിയാണ് ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത്. ഇനി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. രണ്ടിനും ഒന്നിച്ച് തന്നെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് പണി തീരുമല്ലോ. അപ്പോൾ മുളക് പൊടിയും എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം ഇനി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരു ബോക്സിലേക്ക് ആക്കിയിട്ട് ഫ്രിഡ്ജിലോട്ടേക്ക് വെക്കാം. ഇത് ഇടുന്നത് ഗരം മസാലപ്പൊടിയാണ്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ലെമണും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടി നല്ല പോലെ മിക്സ് ചെയ്യാം. അങ്ങനെ മസാല പിടിപ്പിച്ചു വെച്ച ഈ ചിക്കനൊക്കെ ഞാൻ ബോക്സിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി ഫ്രിഡ്ജിലോട്ടേക്ക് എടുത്തു വെക്കാം. അപ്പൊ ഇന്ന് ഞാൻ ഉണ്ടാക്കിയിരുന്ന 2 റെസിപ്പിയും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയുമായിട്ട് കാണാവേ. ബൈ ബൈ.